ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് വെളുത്തുള്ളി, ഒരു 2.5 ടീസ്പൂൺ മല്ലി, പച്ചമല്ലി, 4 ചെറിയ ഉള്ളി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 3 വറ്റൽമുളക്, 2 ടീസ്പൂണോളം അളവിൽ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചി ഒരു 4 കഷ്ണം, ജീരകം 1/4 ടീസ്പൂൺ, കൂടാതെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി ഒരെണ്ണം പീസാക്കി വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും. ഇറച്ചി വയ്ക്കുന്നതിൽ ഇടുന്നതിനായിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ വറുത്തെടുക്കണം. ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. 1 കിലോ ചിക്കനാണ് കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൽച്ചട്ടിയിലാണ് വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ കഷ്ണങ്ങളും കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ ചെറിയ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പറന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ എല്ലാ സാധനങ്ങളും ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത്. ഇത് കരിയാതെ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് കോരിയെടുത്ത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം. ഈ ഒരു കറി ഞാൻ ചപ്പാത്തിയിലേക്കാണ് ഉണ്ടാക്കുന്നത്. ചോറിലേക്ക് വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. ഫ്രൈ ചെയ്യും, നാടൻ രീതിയിൽ നല്ലോണം മൊരിച്ചെടുക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ മറ്റൊരവസരത്തിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കുള്ള കറിയാണ്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാരി കോരിയെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. വറുത്ത് കോരി മാറ്റിയ ശേഷം കുറച്ച് എണ്ണ അതിൽ തെളിഞ്ഞ് നിൽക്കും. അതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി വറുത്തെടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഞാൻ ഈ തക്കാളിക്കും പച്ചമുളകിനും ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ തക്കാളി ഇങ്ങനെ മൊരിഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കഴുകി വാരിയെടുത്ത് കൽച്ചട്ടിയിലിട്ട ഈ ഇറച്ചിയിലേക്ക് ഞാൻ ഈ തക്കാളിയും ഉള്ളിയും വറുത്തത് കൊട്ടിക്കൊടുക്കുകയാണ്. കൂടെ തന്നെ ഈ അരച്ച പേസ്റ്റ് കൂടി. ഇത് മുട്ടുവേദനയ്ക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ രീതിയിൽ ഈ ഒരു ഇറച്ചിക്കറി നമ്മൾ കൂട്ടുന്നത്. കാൽമുട്ട് വേദനയ്ക്കൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മിക്സിയിൽ നമ്മൾ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളം അധികം ആവാൻ പറ്റില്ല, പക്ഷേ ഇതിന് മുങ്ങാൻ പാകത്തിന് വെള്ളം വേണം. കാരണം പിന്നീട് നമ്മളിതിൽ വെള്ളം ചേർക്കില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മുങ്ങാൻ പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് നേരെ അടുപ്പിലേക്ക് മാറ്റാം. കൽച്ചട്ടിയിൽ അടുപ്പത്ത് ഇങ്ങനെ വെന്ത് വാങ്ങിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ഓഫാക്കിയിട്ട് പോലും. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും ചെറിയ ഉള്ളിയും നമുക്ക് വറുത്തിടാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് ഞാൻ ചേർക്കാറില്ല. ഇറച്ചിക്കറിയിലേക്ക് വറുത്തിടാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില ഒരു പിടി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുമാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു വറുക്കുന്ന എണ്ണ മാത്രമേ ഈ ഇറച്ചിക്കറിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ എണ്ണ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. എനിക്കിത് നല്ലോണം മൊരിച്ചെടുക്കാം. മല്ലിയില നമ്മൾ വറുത്തെടുക്കുന്നില്ല, അത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇറച്ചിയിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഒപ്പം തന്നെ മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ട്രൈ ചെയ്യൂ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അടുത്ത ഡിഷുമായി ഉടൻ വരുന്നതാണ് കൂട്ടുകാരെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.